യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ വചനം ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 7-ാം വാക്യം: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നത് പോലെ നാം കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ 15-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ട ആ വസിക്കലിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും പല ആളുകളും ഈ ഒരു വേദഭാഗത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറയാറുണ്ട്, വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ആ ആദ്യ ഭാഗം തന്നെയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നാം കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ തന്നെ നമ്മളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാസം ഉണ്ടാകുന്നതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നതാണ്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് പഠിക്കുവാൻ കഴിയും. കർത്താവ് യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ അവനെ മരുഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 40 ദിവസവും ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുവെന്നും 40 ദിവസവും പിശാച് അവനോട് പോരാടിയെന്നും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവനോടുകൂടി ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു. ആ വചനം യേശുവിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് മരുഭൂമിയിലെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ യേശുവിന് സാധിച്ചത്. ആ വചനം അവനിൽ ഉള്ളതുകൊണ്ടായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നത്. അതേപോലെ തന്നെ തൻ്റെ ഉപവാസത്തിൻ്റെ അവസാന ദിവസം പിശാച് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ യേശുവിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊടുക്കുമ്പോൾ, ആ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ സാത്താനെ ജയിക്കുവാൻ യേശുവിനെ സഹായിച്ചത് അവനിൽ വസിച്ചതായ വചനമായിരുന്നു. യേശുക്രിസ്തു ആ സമയങ്ങളിൽ പറഞ്ഞ വചനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവൻ പറഞ്ഞത് എഴുതപ്പെട്ട വചനമാണ്. വായി തോന്നുന്നതായ ഒരു കാര്യമല്ല യേശു പറയുന്നത്, റിട്ടൺ വേർഡ്സ് ആണ് പറയുന്നത്. അതിനർത്ഥം വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ നമ്മൾ നമ്മുടെ ഉള്ളിലാക്കുകയും അതേസമയം തന്നെ ആ എഴുതപ്പെട്ട വചനങ്ങൾ നാം പറയുമ്പോൾ പിശാച് വിറയ്ക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായൊരു വാക്യമുണ്ട്, പിശാച് താനും ദൈവത്തിൻ്റെ വചനത്തെ വിറയ്ക്കുന്നു. അപ്പോൾ നോക്കിക്കേ, എഴുതപ്പെട്ട വചനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. കേവലം വിശുദ്ധ ബൈബിളിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ടതല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ ആ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. കാണാതെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരിടുന്നതായ ഓരോ പ്രശ്നങ്ങളിലും ഈ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായ ഒരു ഇടപെടലായിരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ എങ്ങനെയാണ് നയിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഉള്ളിൽ ദൈവവചനം വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു പ്രശ്നത്തിനും നടുവിലാണെങ്കിൽ പോലും ഈ വചനമാണ് നമ്മളുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ സംസാരങ്ങളെയും നിയന്ത്രിക്കുന്നത്. പഴയ നിയമകാലത്ത് മോശയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മോശ ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ദൈവദാസനായിരുന്നല്ലോ. ജീവിതത്തിൽ ധാരാളം പ്രതികൂലങ്ങളിലൂടെ ആ ദൈവദാസൻ കടന്നുപോയി. എന്ന് മാത്രമല്ല, 33 ലക്ഷത്തിൽ പരം വരുന്നതായ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കേവലം മോശയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല മോശയ്ക്ക് ഭാരമായിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പ്രശ്നങ്ങളും മോശയ്ക്ക് ഭാരമായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പതറിപ്പോകുന്ന മോശയല്ല കാണുന്നത്.
മറിച്ച് ഓരോരോ പ്രശ്നങ്ങളുടെ മുമ്പിലും അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ദൈവം മുഖത്തേക്ക് നോക്കുന്നതായ മോശ. കാരണം ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം അവനോട് പറയുന്നത്, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ദൈവം ജാതികളിടയിൽ തങ്ങളെ ഉന്നതനാക്കുമെന്നുള്ള ആ വലിയ വിശ്വാസം മോശയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം വസിക്കുന്നതുകൊണ്ട്. എന്താ സംഭവിച്ചത്? മോശയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കാനിടയായി തീർന്നു. നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ദൈവവചനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെൽവെറ്റ് തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ പൂക്കളിട്ടതുകൊണ്ട് ആ ദൈവവചനം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. ഇതൊക്കെ ഒരു റിലീജിയസ് വർഷിപ്പായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മൾ അലങ്കരിച്ച് വയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ആ വചനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ ആ വചനത്താലാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നത്. നിർഭാഗ്യവശാൽ അനേക പ്രിയപ്പെട്ടവരും അവരുടെ ഉള്ളിൽ ദൈവവചനം ഇല്ലാതിരിക്കുന്നവരാണ്. കേവലം മാനുഷികമായ ചിന്തകളാൽ മാത്രം ഡ്രൈവ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിന് തെളിവ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം ഇല്ലെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ ആ പ്രചോദനങ്ങളില്ലെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ വാസ്തവമായിട്ടും യേശുവിൽ വസിക്കുന്നതായ ഒരു വ്യക്തിയല്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വസിക്കുന്നുവെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് എന്തു പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ എന്നോട് ഇടപെടുകയും ആ വചനം എൻ്റെ നിലപാടായി മാറുകയും ചെയ്യാറുണ്ട്. എൻ്റെ മാനുഷികമായ നിലപാടുകളല്ല, ദൈവവചനത്തിലൂടെയുള്ള നിലപാടുകൾ. കാത്തിരിക്കേണ്ടിടത്ത് കാത്തിരിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കുവാനും ദൈവം എന്നോട് പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. ഞാൻ ധാരാളമായിട്ട് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് യൂട്യൂബിൽ മാത്രമല്ല കിടക്കേണ്ടത്, ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കിടക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം ആയിരിക്കണം. ഈ വചനധ്യാനം ഇന്നിവിടെ ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഈ ഭാഗത്തിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസം ഈ വേദഭാഗം വീണ്ടും ചിന്തിക്കുന്നതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കണം സഹായിച്ചനായി സ്തോത്രം. അങ്ങയുടെ വചനം കേവലം പുസ്തകത്തിൽ മാത്രമായി ഒതുങ്ങാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുവാനും, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിലും ജീവിതത്തിൻ്റെ ഓരോരോ അവസരങ്ങളിലും ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് മാർഗദർശിയായി തീരുവാൻ, കാലിന് ദീപമായി തീരുവാൻ, പാതയ്ക്ക് പ്രകാശമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്ക്രീനിൽ കണ്ട ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.